സ്വാഗതം. വ്യത്യസ്തമായ രുചികൾ ഇഷ്ടപ്പെടാത്തതാരാണ്? സോ ഇന്ന് നമ്മുടെ രുചിക്കൂട്ടിൽ ഒരു പുതിയ രുചിയുമായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ സീമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. Come on guys, let's go and know the new taste of Maharashtra. ഇന്ന് നമ്മൾ വേറൊരു റെസിപ്പി ആയിട്ട് സീമയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്, ആളു വടൈ. സോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ നമുക്ക് സീമ പറഞ്ഞു തരും കേട്ടോ. സോ ക്യാൻ യു ടെൽ us the ingredients? First we need main ingredient is just leaves. Okay. These aloo leaves are otherwise Arabi leaves. ഓക്കെ, ദിസ് ഈസ് കൊളോക്കേഷ്യ ലീവ്സ്. നമ്മുടെ ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ ഇത്. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പുതുമയായിട്ടുള്ള ഓരോ റെസിപ്പിയാണ് കേട്ടോ. സോ നമുക്ക് കാണാം. ചേമ്പിൻ്റെ ഇല. നെക്സ്റ്റ് സേ Gram flour. Okay. Okay. And rice flour. Okay. Garlic. Okay. Some chilies. Okay. And this turmeric in Yes. soak. Okay. I soak it in water. Okay. And little of jaggery. Okay. Okay. Some jeera. Okay. Sesame seeds. Salt per taste. Ajwain. Okay. Turmeric. And this hing. Okay. And some oil and water. Yeah. So ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് കടലമാവ്. ദിസ് ഈസ് ഫ്ലോർ, നോ ഓൾ പർപ്പസ് ഫ്ലോർ. റൈസ് ഫ്ലോർ. അരിപ്പൊടിയാണിത്. കുറച്ച് അരിപ്പൊടി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ പുളി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ശർക്കര, പിന്നെ ഇതൊക്കെയാണ് ജീരകം, അയമോദകം, കായം, ഉപ്പ്, എള്ള്, മഞ്ഞൾ. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. സോ നമുക്ക് പ്രൊസീജിയറിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ നമുക്ക് ഈ ഗാർലിക്കും ഈ ഗ്രീൻ ചില്ലീസും പേസ്റ്റാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര സ്പൈസിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളകൊക്കെ ചേർക്കാം. സോ ഹൗ മെനി ഗ്രീൻ ചില്ലീസ് യു ഹാവ് ആഡഡ്? Here I take 12 green chilies. 12 green chilies and garlic? And garlic, if your garlic is big, no, you take 15, 16, 15 or 20. Let's see the first procedure. ഒരു 20 അല്ലി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. സോ നേരത്തെ കാണിച്ച ഈ സ്പൈസസ് ആഡ് ചെയ്യാണ്. സോ ജീരകം, ടർമറിക്, sesame seeds, എള്ള്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിതൊരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. as per our taste. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സാൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. Then we add that. സോ ഈ ടർമറിക്കിൻ്റെ ജ്യൂസ് ഈ പുളിവെള്ളം ഒഴിച്ച് നമ്മൾ ഇതിനെ പേസ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, കുറച്ച് ശർക്കര, പിന്നെ കടലമാവും കൂടെ ചേർത്ത് പേസ്റ്റ് ആക്കുകയാണ്. പിന്നെ അരിപ്പൊടി, ഓക്കെ. So besan and that rice flour, how much you took quantity? That is depend on your portion of that What? paste. That paste. Okay. How many leaves you need? Okay. On that is depend. This is famous in your part there? It's not famous. It's a traditional recipe. Okay. In some festivals and all you cook? Some festivals are traditional.
ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മൾ ഈ ഒരു പരുവത്തിൽ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊലക്കേഷ്യ, നമ്മുടെ ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. ഈ ചേമ്പിൻ്റെ ഇല എടുത്തിട്ട് ഇതിനെ ഇത് ക്ലീൻ ആക്കി എടുക്കണം. അതിൻ്റെ പ്രൊസീജിയർ ഓക്കെ. അതിൻ്റെ ഈ തണ്ടൊക്കെ നമ്മൾ എടുത്ത് മാറ്റി കളയണം ആദ്യം തന്നെ. സോ ഈ ചേമ്പിൻ്റെ ഇലയുടെ ഈ ബാക്കിൽ വിൽ ഷോ തണ്ടൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. അതാണ്. എന്നിട്ട് നന്നായി ഇലയൊക്കെ കഴുകി തുടച്ചെടുത്തതാണ്. ഇതാ ഇതുപോലെ നമ്മളൊരു നൈഫ് വെച്ചിട്ട് ഈ ഇലയുടെ തണ്ടൊക്കെ പതിയെ അത് റിമൂവ് ചെയ്ത് എടുത്ത് കളയണം. സോ അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് സീമ കാണിച്ചു തരും. ഓക്കെ. ഇങ്ങനെ വന്നിട്ട് ഈ തണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് നന്നായി പരത്തി എടുക്കണം കേട്ടോ. സോ ഇങ്ങനെ എല്ലാം നന്നായി സോഫ്റ്റ് ആയിരിക്കാനാണ്. ഓക്കെ. സോ നമ്മൾ ഉണ്ടാക്കിയ ഈ പേസ്റ്റ് ഇലയമേ ഇങ്ങനെ പരത്തി എടുക്കുകയാണ് കേട്ടോ. സോ ഇങ്ങനെ ഇല രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് ഇനി അടുത്ത ഇല അതിൻ്റെ മേലിൽ വെച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. എന്നിട്ട് വീണ്ടും സെയിം പ്രൊസീജിയർ നമ്മുടെ ഈ പേസ്റ്റ് ഇതിൻ്റെ മേലിൽ തേച്ച് കൊടുക്കുകയാണ്. സോ ഹൗ മെനി സ്റ്റെപ്സ് വി ഹാവ് ടു ഡു ലൈക്ക് ദാറ്റ്? 4 or 5 leaves. ഓക്കെ. 4 അല്ലെങ്കിൽ 5 ലീവ്സ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. For us, it's a totally different procedure. It take too much time. Yeah. Is this leaves available here in this market in our Dubai? No. സോ ഇത് ഈ ലീവ്സ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഒരു ചേമ്പിൻ്റെ ഇലയാണ്. സോ ഇവിടുത്തെ മാർക്കറ്റിലൊന്നും നമുക്ക് ചേമ്പിൻ്റെ ഇല കിട്ടാറില്ല. ഓക്കെ. സോ ഈ ലീവ്സ് ഇങ്ങനെ വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് റോൾ ചെയ്തെടുക്കുകയാണ്. Press it and take a tight roll. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം കേട്ടോ. നന്നായി പ്രസ് ചെയ്ത് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം. സോ ഒരു റോള് റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ദാറ്റ്. ഓക്കെ. ലൈക്ക് ദാറ്റ് വി ഹാവ് ടു ഡു ഓൾ ദ ലീവ്സ്. അങ്ങനെ വെച്ച് പിന്നെ എല്ലാ ലീവ്സും നമുക്ക് അങ്ങനെ ചെയ്ത് റോളാക്കി എടുക്കണം. ഇതെല്ലാം നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ സ്റ്റീം ചെയ്യാൻ പോവുകയാണ്. സ്റ്റീം ചെയ്യാനായിട്ട് ഇതാ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു സ്ട്രെയിനർ എടുത്ത് അതുമ്മ ഓയിൽ അപ്ലൈ ചെയ്യാണ്. ഓക്കെ. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ റോൾസൊക്കെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോൾ ചെയ്ത് നമ്മുടെ ഈ ഇലയൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റീം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അരിപ്പ വെച്ച് അതിൻ്റെ മുകളിലല്ല വെച്ച് ഇങ്ങനെ അടച്ചു വെക്കാം കേട്ടോ. ഓക്കെ. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് വെച്ച് ഒരു 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നന്നായി സ്റ്റീം വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങി ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇത് സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ, പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല. ഇനി സ്റ്റീം ചെയ്ത ഈ ഇലേനെ ഫ്രൈ ചെയ്യാൻ പോവാണ് നമുക്ക് അതും കൂടെ കാണാം. സോ ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെച്ചേക്കാണ്. സോ ഇതിനെങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം.
സോ ഓയിൽ ഹോട്ടായിട്ടുണ്ട്. സോ നമ്മൾ ഈ റോളയിൽ കട്ട് ചെയ്തെടുത്ത ഈ റോൾസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഫ്രൈ ആക്കാൻ, ഇങ്ങനെ നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. ഇതിങ്ങനെ ബോയിൽ ചെയ്തിട്ടും കഴിക്കാട്ടോ. ഞാനൊരു പീസ് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസി ആണ്. അതുപോലെ തന്നെ നമ്മൾ പുളിയുടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ജ്യൂസി ആ ഒരു പുളിയുടെ ടേസ്റ്റും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കടലമാവിന്റെയും എല്ലാം കൂടെ. ഇറ്റ്സ് ലൈക്ക് എ ബജ്ജി, റൈറ്റ്? Like a pakoda. Yeah, like a pakoda. Yeah, okay. സോ ഡീപ്പ് ഫ്രൈ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തും എടുക്കാം. അതുപോലെ തന്നെ സ്റ്റീം ചെയ്ത് കഴിക്കണമെങ്കിൽ അതും കഴിക്കാം. സോ ഇതാണ് പ്രൊസീജിയർ, ആക്ച്വൽ പ്രൊസീജിയർ. സോ ഇങ്ങനെ ഏകദേശം ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ഇതൊരു സൈഡ് ഡിഷാണ്. ഇത് കാണുമ്പോൾ എനിക്കൊരു ബജ്ജി പോലെയൊക്കെയാണ് തോന്നുന്നത്, ലൈക്ക് എ സ്നാക്ക്. ഇത് വേണമെങ്കിൽ നമുക്ക് ചോറിലൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ലൈക്ക് ചപ്പാത്തിയിലും വേണമെങ്കിൽ കൂട്ടിയൊക്കെ കഴിക്കാം. സോ ആലുവടി റെഡി ആയിട്ടുണ്ട്. അവിടെ പ്ലേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആലു വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് റെസിപ്പി. ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ് മീ ടേസ്റ്റ്. ഇതാണ് കേട്ടോ. Crunchy. Yeah, it is crunchy and little spicy and little spicy. ആ പുളിയൊക്കെ വരുന്നുണ്ട്. എല്ലാം കൂടെ എന്തായാലും നല്ല പച്ചമുളക് അരച്ച് ഇതാക്കി കാരണം നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. വേറെ ഒരു It is a crunchy because of rice. അരിപ്പൊടിയൊക്കെ ചേർത്ത കാരണം നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പച്ചമുളകിന്റെ ഫ്ലേവറും എല്ലാം കൂടെ അടിപൊളിയായി. ഞാൻ നമ്മുടെ ആലു വട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇതിൽ മറ്റേ എന്താ പറയുക, ആമോദകമൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു രുചി വരുന്നുണ്ട്. അതുപോലെ പച്ചമുളക് അരച്ചതിൻ്റെ ആ ഒരു സ്പൈസിനെസ്സും പിന്നെ പുളിയും എല്ലാം കൂടെ. ഞാനിത് പുഴുങ്ങിയതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ലൈക്ക് ആ ഒരു പുളിയും ആ പച്ചമുളകും ആ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായി ഉണ്ടാക്കി നോക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Don't forget to like, share or subscribe our channel.